അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ലാബ് റൂമിൽ നിന്ന് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റിയപ്പോഴും സീനത്തിന് അതികഠിനമായി വേദന വന്നുകൊണ്ടിരിക്കുകയാണ്. അത് അവൾക്ക് അനസ്തേഷ്യ നൽകുവാൻ വേണ്ടി ഒരുങ്ങുകയാണ്. അവൾ വേദന കൊണ്ട് പുളയുകയാണ്. എന്നാൽ കുഞ്ഞ്, ഡോക്ടർക്ക് തന്നെ വല്ലാത്തൊരു സംശയം. കുഞ്ഞ് ശരിക്കും അടിച്ചു നിൽക്കുന്ന പോലെയാണ് നിൽക്കുന്നത്. അതെ, കുഞ്ഞിന് ശ്വാസതടസ്സം നേരിടുന്നു. അതെ, കുഞ്ഞിന് മഷിയിളക്കൽ വരെ തുടങ്ങിയിട്ടുണ്ട്. പൊക്കിൾ കൂടി വേറിട്ട ശേഷമാണ് മഷിയിളക്കൽ തുടങ്ങുക. അത് മഷി ഇളകിക്കഴിഞ്ഞാൽ പിന്നീട് അത് കുഞ്ഞിന് ശ്വാസമില്ലാതെയാകാനുള്ള അവസ്ഥയായിരിക്കും. ഒരു നിമിഷം മുംതാസ് ഡോക്ടർ തന്നെ ആകപ്പാടെ ഭയന്നു. സിസ്റ്ററോട് വിളിച്ച് കാര്യം പറഞ്ഞു. എല്ലാവരോടും പ്രാർത്ഥിക്കാൻ പറ. കാരണം കുഞ്ഞിൻ്റെ സ്ഥിതി കുറച്ച് ദയനീയപരമാണ്. ഹൃദയമിടിപ്പ് തന്നെ ശരിക്ക് കേൾക്കാത്ത അവസ്ഥയാണ്. അവളാണെങ്കിൽ വേദന സഹിച്ച് തളർന്നു പോയിട്ടുണ്ട്. ഒരു നിമിഷം സീനത്ത് ഓർത്തു തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ. അല്ലാഹുവേ, എൻ്റെ ഭർത്താവിൻ്റെ ഒരു ദുആ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്നവൾ ആലോചിച്ചു പോയി. അതെ, തൻ്റെ ജീവിതകാലത്ത് കാട്ടിക്കൂട്ടിയ എല്ലാ ബുദ്ധിമുട്ടുകളും മരണസമയത്ത് നമുക്ക് ലഭിക്കും എന്ന് പറയുന്നത് പോലെ സാധാരണ രീതിയിൽ മരണത്തോട് മല്ലിട്ട് കിടക്കുമ്പോൾ ആ വേദനകൾ മുഴുവനായി നമ്മുടെ ജീവിതത്തിൽ കാണിച്ചു കൂട്ടിയ എല്ലാ തെറ്റുകളും അക്രമങ്ങളും എല്ലാം കൂടി ആ സമയത്ത് നമ്മളുടെ അടുക്കിലേക്ക് വരും. അതെ, ഉപദ്രവമായിട്ട് എന്നൊക്കെ കേൾക്കാലോ. സക്കാറാത്തിൻ്റെ ആ ഒരു സമയം നമ്മൾ മരിക്കുകയുമില്ല, എന്നാൽ ജീവിക്കുകയുമില്ല. ആ ഒരവസ്ഥയിൽ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടും. അതെ, ആരൊക്കെ നമ്മൾ ദുനിയാവിൽ ബുദ്ധിമുട്ടാക്കിയിട്ടുണ്ടെങ്കിൽ, ഇടങ്ങാറാക്കിയിട്ടുണ്ടെങ്കിൽ, ചീത്ത പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് എല്ലാം കൂടെ നമുക്ക് വരും എന്നതുപോലെ തന്നെ അതാ സീനത്തിൻ്റെ മനസ്സിലേക്ക് അത് വരുന്നു. അതെ, എൻ്റെ ഷെഫി ഉസ്താദിൻ്റെ കണ്ണുനീര്, അദ്ദേഹത്തിൻ്റെ കണ്ണുനീര് എനിക്ക് തട്ടിയതാണ്. അദ്ദേഹത്തെ പല രീതിയിൽ ഞാൻ ചീത്ത പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തെ ഞാൻ വെറുപ്പിച്ചിട്ടുണ്ട്. എന്ത് ചെയ്യാൻ, വിളിക്കുമ്പോഴെല്ലാം പലതവണ ബിസി ആക്കിയിട്ടുണ്ട്, ചീത്ത പറഞ്ഞിട്ടുണ്ട്, പഠിക്കാൻ സമ്മതിക്കൂല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെല്ലാം അവളുടെ ശിക്ഷയാണ് എനിക്ക്. കഠിനമായ പൊട്ടിപ്പൊളിയുന്ന വേദനയാണ് അവൾക്ക് അനുഭവപ്പെടുന്നത്. എനിക്കറിയുന്നില്ല എന്താണ്. ഞാൻ മരിക്കാൻ, ഡോക്ടറെ, ഞാൻ മരിക്കുകയാണ്. എനിക്കൊരു മരിക്കാനുള്ള സൂചിയെങ്കിലും വെച്ച് തരേ ഡോക്ടറെ, എനിക്ക് കഴിയണില്ല. എന്താ മോളെ നീ പറയുന്നത്? കുഞ്ഞിനെയോ നിന്നെയോ രക്ഷപ്പെടുത്തണം, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. രണ്ടുപേരെ എനിക്ക് രക്ഷപ്പെടുത്തണം. പക്ഷേ കുഞ്ഞിൻ്റെ കാര്യം, എന്നാൽ അതിലേറെ അവളുടെ കാര്യമായിരുന്നു പ്രയാസം. പ്രഷർ അടിച്ചു കയറി കുഞ്ഞ് മേലോട്ടങ്ങ് തള്ളി നിന്ന് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. പ്രഷർ കൂടിയത് കൊണ്ട് അനസ്തേഷ്യ കൊടുക്കുവാൻ വരെ ബുദ്ധിമുട്ടാകുന്ന അവസ്ഥ. അനസ്തേഷ്യ കൊടുത്താലും പ്രഷർ കൂടിയത് കാരണം അത് തരിക്കുമോ എന്നൊന്നും പറയാൻ നമുക്ക് കഴിയില്ല. പിന്നെ ഒന്നിൽ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാലും അതും വല്ലാത്തൊരു അവസ്ഥയായിരിക്കും. എന്ത് ചെയ്യും? സിസ്റ്ററോട് വേഗം വിളിച്ച് കാര്യങ്ങൾ പറയാൻ പറയുന്നു. നന്നായി പ്രാർത്ഥിക്കുക എന്ന്. എന്നാൽ ഡോക്ടർ പറഞ്ഞു ഞാൻ തന്നെ പറയാം. അങ്ങനെ ഡോക്ടർ ഇതാ ആ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ പുറത്തേക്ക് ചെല്ലുന്നു. സീനത്തിൻ്റെ കൂടെ സിസ്റ്റർ വിളിച്ചു. അപ്പോഴേക്കും ഷമീറും ഉമ്മയും ഉപ്പയും ആങ്ങളെയും ഓടിയെത്തി. എന്താ ഡോക്ടർ, എന്താ ഓപ്പറേഷൻ? അത് അനസ്തേഷ്യ നൽകാൻ തന്നെ ബുദ്ധിമുട്ടാണ്. കാരണം അവൾക്ക് പ്രഷർ അടിച്ച് കയറിയിട്ടുണ്ട്. എല്ലാവരും ദുആ ചെയ്യാം. ഞങ്ങളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ട്രീറ്റ്മെൻറ്റുകൾ നൽകുന്നുണ്ട്. പക്ഷേ അത് കുറയുന്നതായിട്ട് തോന്നുന്നില്ല. അത് അടിച്ചടിച്ച് കയറണം. മനസ്സിനുള്ളിലും നന്നായിട്ട് ടെൻഷനും ആവലാതിയുമുണ്ട്. അതുകൊണ്ടൊക്കെ ആയിരിക്കും. അതുകൊണ്ട് ക്ഷമിക്കണം. എനിക്ക് രണ്ടുപേരിൽ ഒരാളെയെങ്കിലും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നുകിൽ കുഞ്ഞ്, അല്ലെങ്കിൽ ഉമ്മ, രണ്ടുപേരെയും രക്ഷപ്പെടുത്തണം. അതാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ എന്ത് ചെയ്യാൻ? നിങ്ങൾ പരമാവധി ദുആ ചെയ്യുക. നിങ്ങൾക്ക് ഏറ്റവും നിങ്ങളുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ ഏറ്റവും ദുആക്ക് ഉത്തരം കിട്ടുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവരോടൊന്ന് പറയുക. അല്ലെങ്കിൽ മഹാന്മാരൊക്കെ ഉണ്ടാവുമല്ലോ തെറ്റൊക്കെ ചെയ്യാൻ നടക്കുന്ന, അവരോട് പറയുക. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അല്ലാതെ ഞങ്ങളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ, അതെ, ആധുനിക ശാസ്ത്രത്തിൻ്റെ എല്ലാ ഉപയോഗങ്ങളും ഞാൻ ഉപയോഗിച്ചു കഴിഞ്ഞു. പക്ഷേ പ്രഷർ അടിച്ചു കയറിയത് കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടാണ്. അനസ്തേഷ്യ കൊടുത്താൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യാനും കഴിയുകയുള്ളൂ. അവൾക്കാണെങ്കിൽ വേദന നല്ല രീതിയിൽ വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു അനുഭവം ഇത് ആദ്യമായിട്ടാണ്. അവർ നിർബന്ധിക്കുമ്പോൾ ഞാൻ ഓപ്പറേഷൻ ചെയ്യാറുണ്ട്. പക്ഷേ ഇത് ഓപ്പറേഷൻ ചെയ്യാനും വയ്യ, പ്രസവിക്കാനും വയ്യ. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ പരമാവധി ദുആ ചെയ്യുക.
ഡോക്ടർ മുംതാസിൻ്റെ ദയനീയമായ ആ ഒരു വാക്കുകൾ കേട്ട് അവരെല്ലാവരും കരഞ്ഞുപോയി. എന്നാൽ ഈ സമയം അതാ ഷമീർ പടച്ച റബ്ബിനോട് ദുആ ചെയ്തിട്ട് നേരെ അതാ ആങ്ങളുടെ അരികിലേക്ക് ചെല്ലുന്നു. അതെ, അവളുടെ ഭർത്താവിൻ്റെ നമ്പർ ഒന്ന് തരുമോ? ഒന്ന് കാര്യങ്ങളെല്ലാം ഒന്ന് വിളിച്ച്, ഒരു പക്ഷേ അവളുടെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ ആ പാപങ്ങളെല്ലാം ഈ സമയത്ത് ശിക്ഷയായി പടച്ച റബ്ബ് കൊടുക്കുകയാണെങ്കിലോ? അതിന് ഒരേ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ. അതിന് അവളുടെ ഭർത്താവിനെ കൊണ്ട് പൊരുത്തപ്പെടിപ്പിക്കുക എന്നുള്ളത്. പ്രസവ സമയത്തുള്ള ആ ഒരു ബുദ്ധിമുട്ട് അത് വല്ലാത്ത ബുദ്ധിമുട്ടാണ്. അത് അനുഭവിച്ചവർക്കെല്ലാം അറിയാം. അതെ, ആ ഒരു കട്ടിലിൽ, ആ സ്റ്റീലിൻ്റെ കട്ടിലിൽ കിടന്നുകൊണ്ട് അത് വേദന അനുഭവിക്കുമ്പോൾ പൊട്ടിപ്പൊളിയുന്ന വേദന. പടച്ചോനെ, കഴിയില്ല എന്ന് ഒരിക്കലും ഒരു പെണ്ണും അത്രക്കും വലിയ ഒരു വേദന സഹിച്ചിട്ടുണ്ടാവില്ല. മരണവേദന അതിനോട് തുല്യമാണത്രേ. മരണവേദന അതിനേക്കാൾ ഇരട്ടിയായിരിക്കും. ഒരു നിമിഷം സീനത്ത് ആലോചിച്ച് പോയി, അപ്പോൾ മരണവേദന എത്രയായിരിക്കും? സഹിക്കാൻ പറ്റാത്ത വേദന. അവളാകെ തളർന്നു പോവുകയാണ്. പ്രഷർ അടിച്ച് കയറുകയാണ്. അവൾക്കൊന്നിനും കഴിയാത്ത രീതിയിൽ ശരീരം തളർന്നു. ഒരു നിമിഷം ഡോക്ടർ ഞെട്ടിപ്പോയി. മോളെ, ഗ്ലൂക്കോസും കാര്യങ്ങളും എല്ലാം കൊടുക്കുന്നുണ്ട്. പക്ഷേ വേദന വന്നിട്ട് അവൾക്കൊന്നിനും കഴിയണമില്ല. ആകപ്പാടെ തളർന്ന മട്ടിൽ. എന്നാൽ വേദന നിർത്താനും കഴിയുന്നില്ല. അങ്ങനത്തെ ഒരവസ്ഥ. അനസ്തേഷ്യ നൽകിക്കഴിഞ്ഞാൽ എല്ലാം അത് ഇല്ലാതായി. പക്ഷേ ഇത്രയധികം ഹൈ പ്രഷർ ഉണ്ടാകുമ്പോൾ എങ്ങനെ കൊടുക്കും എന്നുള്ള രീതിയിലാണ്. കാരണം അത് പ്രഷർ അടിച്ച് കയറി ഞരമ്പുകൾ പൊട്ടാൻ ചാൻസ് ഉണ്ട്. അത് ഏൽക്കില്ല വേദന, അതറിയില്ല. അങ്ങനത്തെ അവസ്ഥയായിരിക്കും. റബ്ബേ, മോളെ, അവളെ അതാ ഡോക്ടർ തലോടിക്കൊണ്ടിരിക്കുന്നു. അവളാകെ തളർന്നു പോയി. ഡോക്ടറെ അവൾ വേദന വരുമ്പോൾ വീണ്ടും വീണ്ടും കരയുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ? മരണത്തിൻ്റെയും ജീവിതത്തിൻ്റെയും ഇടയിൽ കിടന്ന് അവൾ പിടയുകയാണ്. ഡോക്ടറെ, ഞാൻ മരിക്കാം ഡോക്ടറെ, ഞാൻ മരിക്കാണ് ഡോക്ടറെ. മോളെ, ശരിക്കും ഡോക്ടർക്കും തന്നെ വല്ലാത്ത ഭയം തോന്നി. മറ്റു ഡോക്ടേഴ്സ് എല്ലാം വന്നു. എന്ത് ചെയ്യാൻ ഈ ഒരു പേഷ്യൻറ്റിനെ? കാരണം ഇനിയിപ്പോൾ ഇത് എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ തന്നെ ഭയങ്കര ബ്ലീഡിങ് ആയിരിക്കും. ബ്ലീഡിങ് ആയിട്ട് അത് പിടിച്ചാൽ കിട്ടാത്ത രീതിയിലായിരിക്കും. കാരണം ഹൈ പ്രഷറാണ് നിൽക്കുന്നത്. ഈ സമയത്ത് അനസ്തേഷ്യ കൊടുക്കുന്നത് ഒട്ടും ശരിയല്ലല്ലോ. പിന്നെ ഇപ്പോൾ എന്ത് ചെയ്യും എന്നുള്ള അവസ്ഥയിൽ. എന്നാൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആങ്ങളതാ ഷമീറിന് നമ്പർ കൊടുക്കുന്നു. ആ നിമിഷം തന്നെ ഷമീർ പടച്ച റബ്ബിനോട് ദുആ ചെയ്തുകൊണ്ട് അതാ ഷെഫി ഉസ്താദിനെ വിളിക്കുന്നു. ഹലോ, അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. ഇത് ഞാൻ, എൻ്റെ പേര് ഷമീറാണ്. അതായത് നിങ്ങളുടെ ഭാര്യ സീനത്തിനെ രക്ഷിച്ചത് ഞങ്ങളാണ്, ഞാനും എൻ്റെ ഉമ്മയുമാണ്. അവളുടെ അവസ്ഥ എന്താണ്? അവളുടെ അവസ്ഥ എന്ന് വെച്ചാൽ വളരെയധികം പരിതാപകരമാണ്. കാരണം ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയിൽ അവൾ മല്ലിട്ട് കൊണ്ടിരിക്കുകയാണ്. അവൾക്ക് പ്രസവവേദന കൂടി വരികയാണ്. പക്ഷേ അത് പ്രസവിക്കാൻ കഴിയുന്നില്ല. ഹൈ പ്രഷർ അടിച്ചു കൂടിയത് കൊണ്ട് തന്നെ അവളെ ഓപ്പറേഷൻ ചെയ്യാനുള്ള അനസ്തേഷ്യ കൊടുക്കുവാനും പറ്റാത്ത ആ ഒരു അവസ്ഥ അങ്ങനെയായിട്ടുണ്ട്. അങ്ങനെ ആയാലും തരിക്കില്ലത്രേ. തരിച്ചാൽ മാത്രമല്ലേ ഒന്ന് കീറി മുറിക്കാനും പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അത് ഉസ്താദേ, ഉമ്മ അല്ലെങ്കിൽ കുഞ്ഞ്, അതിലേതെങ്കിലും ഒന്ന് പ്രതീക്ഷിച്ചാൽ മതിയെന്നാണ് അവർ പറയുന്നത്. ഒരുപക്ഷെ ഈ ഒരു പ്രഷർ നിൽക്കുമ്പോഴേ രണ്ടും ഇല്ലാത്ത അവസ്ഥയാകാനും ചാൻസ് ഉണ്ട്. മറ്റ് ഡോക്ടേഴ്സ് വന്നും പറയുന്നുണ്ട്. ഉസ്താദേ, നിങ്ങളുടെ ഭാര്യ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളത് പുറത്തു കൊടുക്കണം. അവൾക്ക് വേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായി ഒന്ന് ദുആ ചെയ്യണം. ഓപ്പറേഷൻ ചെയ്യാനെങ്കിലുമുള്ള അനസ്തേഷ്യ കൊടുക്കാനെന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ. അത്രയധികം അവൾ വേദന സഹിക്കുന്നുണ്ട്. അതെ, ഞങ്ങളൊക്കെ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. പക്ഷേ ഞങ്ങളുടെ പ്രാർത്ഥനയൊന്നുമല്ല ഉസ്താദേ. നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയാണ്. അത് തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു നിമിഷത്തേക്ക് അതെല്ലാം മറന്ന് നിങ്ങളുടെ സ്വന്തം ഭാര്യ എന്നുള്ള രീതിയിൽ അവൾക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്ത് കഴിഞ്ഞാൽ, അതേ ഓപ്പറേഷൻ ചെയ്യാനുള്ള കാര്യങ്ങളെങ്കിലും ഒന്ന് റെഡിയായി കഴിഞ്ഞാൽ രണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ടാളെയും തിരിച്ച് കിട്ടണം അതിന് വേണ്ടിയിട്ട്. എന്നാൽ അത് കേട്ടപ്പോൾ ഷെഫി ഉസ്താദ് പൊട്ടിക്കരഞ്ഞു. അദ്ദേഹത്തിനൊന്നും സംസാരിക്കാൻ കഴിയാതെയായി. സഹ്റ ബത്തൂൽ തൊട്ടടുത്തുണ്ട്. എന്തു പറ്റി അങ്ങേക്ക്? ഇല്ല, ഒന്നുമില്ല. എൻ്റെ ജീവിതത്തിലെ വളരെയധികം വേദനയേറിയ ഘട്ടമാണ് ബത്തൂൽ ഇത്. അങ്ങ് എന്താണ് പറയുന്നത്? അങ്ങ് ഇങ്ങനെ തളർന്നു പോവല്ലേ? അതെ,
എന്നാൽ അപ്പോഴേക്കും അതാ അവിടേക്ക് വിളിക്കുന്നു. അതെ, ഒന്ന് കാണണേ കണ്ടോളിട്ടോ, കാരണം ആ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ അങ്ങനെയാണ്. ഉമ്മയും ഉപ്പയും കരഞ്ഞുകൊണ്ട് റൂമിലേക്ക് ചെല്ലുന്നു. അത് ഓപ്പറേഷൻ തിയേറ്ററിലും അവൾ ഒരു അബോധാവസ്ഥയിലേക്ക് അവൾ പോകുകയാണ്. അവളുടെ ബോധം പതുക്കെ മറിയുകയാണ് എന്ന് തോന്നുന്നു. ഉമ്മയും ഉപ്പയും ആ കാഴ്ച കൊണ്ട് ഞെട്ടിപ്പോയി. വയറാണെങ്കിൽ വളരെയധികം മേലോട്ട് കയറിയിരിക്കുന്നു. മോളെ മോളെ ഉമ്മ, ഞാൻ പോവാണ് ഉമ്മ, എനിക്ക് പുറത്ത് തരാൻ പറയണം ഷെഫി ഉസ്താദിനോട്. ഉമ്മ, ഞാൻ പോവാണ്. ആ ഉമ്മയും ഉപ്പയും പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവളുടെ ശരീരത്തിലേക്ക് വീഴുകയാണ്. എന്താ നിങ്ങൾ ചെയ്യുന്നത്? ആകെയുള്ള ആ ഒരു ഇതും കൂടെ നിങ്ങൾ മതി, നിങ്ങൾ പുറത്ത് കിടന്നേക്കൂ സിസ്റ്റർമാർ അത് പറഞ്ഞു. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ കരഞ്ഞു തളർന്നുകൊണ്ട് ആങ്ങളെയും വന്നു. തൻ്റെ പൊന്നു പെങ്ങൾ, ഇക്കാക്ക, മോളെ, ഇക്കാൻ്റെ കുട്ടിക്ക് ഒന്നും പറ്റൂല കേട്ടോ, ഒന്നും ഉണ്ടാവില്ല ഇക്കാക്ക, ഞാൻ പോവട്ടെ കേട്ടോ, എന്നോട് പൊറുക്കണം കേട്ടോ. അത് ദയനീയമായി അവളുടെ ആ ഒരു ചുണ്ടുകൾ പതുക്കെ അനങ്ങുമ്പോൾ സമീറും ഉമ്മയും വളരെയധികം സങ്കടപ്പെട്ട് പുറത്തു നിൽക്കുന്നു. അവരെ കൂടി ഉമ്മയും ഉപ്പയും പറഞ്ഞയച്ചു. നിങ്ങളല്ലേ അവളെ സംരക്ഷിച്ചത്, നിങ്ങൾ പോയി ഒന്ന് കണ്ടോളി അവളെ. എന്നാൽ ഒരു നിമിഷം ഷമീർ ആ ഒരു കാഴ്ച കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. അതേ, മുഖമാകെ വാടിത്തളർന്ന് വല്ലാത്തൊരവസ്ഥയിൽ കണ്ണുകൾ പതുക്കെ മാളുന്നു. ഉറക്കെ അവൻ വിളിച്ച്, സീനത്തെ, ഇല്ല, നിനക്കൊന്നും പറ്റില്ല, നിനക്കൊന്നും പറ്റില്ലടി. അത് സ്നേഹത്തോടെ അവളെ ഒന്ന് വാരിപ്പുണരണം എന്ന് തോന്നി, ഒരു പെങ്ങളുടെ സ്ഥാനത്തെങ്കിലും. പക്ഷേ അപ്പോഴേക്കും അവളുടെ കണ്ണുകൾ പതുക്കെ അടഞ്ഞു തുടങ്ങുകയാണ്. ഷമീറിന് ആ രംഗം കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല. അവൻ പുറത്തേക്കോടി ഉമ്മയെയും പിടിച്ചുകൊണ്ട്. അള്ളാഹുവേ, റഹ്മാനെ, അവളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ റഹ്മാനെ അതിൽ നിന്ന് പുറത്തു കൊടുക്കല്ല. അവൻ പടച്ച റബ്ബിനോട് വിതുമ്പിക്കൊണ്ട് ദുആ ചെയ്തു. എന്നാൽ ആരുടെയും പ്രാർത്ഥന അല്ല. ഷെഫി ഉസ്താദ്, അവളുടെ ഭർത്താവ്, ആ കുഞ്ഞിൻ്റെ ഉപ്പ അത്രക്കും സ്വാലിഹായ ഒരു മനുഷ്യനാണ്, ഒരു തെറ്റും ചെയ്യാത്ത ആളാണ്. ആ കുഞ്ഞിൻ്റെ ഉപ്പ, ആ വയറ്റിൽ കിടക്കുന്ന ആ കുഞ്ഞിൻ്റെ ഉപ്പയുടെ കുഞ്ഞിൻ്റെ ബർക്കത്ത് കൊണ്ടെങ്കിലും അവളുടെ വേദനയെല്ലാം ചുരുക്കി അവൾക്ക് എല്ലാത്തിനും കഴിവ് അള്ളാഹു ഒരു പക്ഷേ നൽകിയിരുന്നെങ്കിൽ എന്നവൻ ഓർത്തുപോയി. അള്ളാഹു സുബ്ഹാനഹു വ തആല കാരുണ്യവാനും കരുണാനിധിയുമാണ്. അതെ, പടച്ച റബ്ബ് വിചാരിച്ചാൽ എന്തും നടക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹം കൊണ്ട് എന്തെങ്കിലുമൊക്കെ അത്ഭുതം സംഭവിക്കണം എന്ന് വരെ തോന്നിപ്പോവുകയാണ്. എന്നാൽ ഈ സമയം ഷെഫി ഉസ്താദും അവിടെ നിന്ന് ദുആ ചെയ്യുകയാണ്. അള്ളാഹുവേ, റഹ്മാൻ റഹീമുമായ രാജസീയതായ തമ്പുരാനെ, അള്ളാഹ്, എൻ്റെ ജീവിതത്തിലേക്ക് ഏറെ പ്രതീക്ഷയോടെ കൈപിടിച്ചു കൊണ്ടുവന്നതാണ് ഞാൻ അവളെ. പക്ഷേ അവൾക്കൊരിക്കലും ഇഷ്ടമുള്ള ആളായിരുന്നില്ല ഞാൻ. അവളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമെല്ലാം അതൊന്നും എൻ്റെ കൂടെയുള്ള ജീവിതമല്ലായിരുന്നു. അവളൊരുപാട് ഫാഷൻ കാര്യങ്ങളാണ് ആഗ്രഹിച്ചത്. ഒരിക്കൽ പോലും അവൾ റബ്ബേ എന്നെ ഇഷ്ടമായിരുന്നില്ല. റഹ്മാനെ, ഞാൻ ഒരിക്കൽ പോലും അവളെന്നെ ബുദ്ധിമുട്ടിക്കാൻ നിൽക്കില്ല. അവളുടെ ഇഷ്ടം പോലെ ജീവിക്കട്ടെ. പക്ഷേ റബ്ബേ, എൻ്റെ കുഞ്ഞ് അവളുടെ വയറ്റിലുണ്ടല്ലോ. റഹ്മാനെ, അറിഞ്ഞുകൊണ്ടൊരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല ഇതുവരെയായിട്ട്. അറിയാതെ തെറ്റുകൾ പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ റഹ്മാനെ, നീ അതെനിക്ക് പുറത്തു തരണം. റഹ്മാനും റഹീമുമായ രാജസീയതായ തമ്പുരാനെ, അല്ലാഹ്, ആ കുഞ്ഞിൻ്റെ ബർക്കത്ത് കൊണ്ട് റഹ്മാനെ, തെറ്റുകളൊന്നും ചെയ്യാത്തതാണ്. എനിക്ക് തെറ്റ് പറ്റിപ്പോയിട്ടില്ലെന്ന് എനിക്കറിയാം. തെറ്റ് പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. പക്ഷേ ആ പിഞ്ചു പൈതൽ ഒരു തെറ്റും ചെയ്യാത്തതാണല്ലോ. ഒരു തെറ്റുകളും അതിൻ്റെ ജീവിതത്തിൽ വന്നിട്ടില്ല. അതെ റഹ്മാനെ, അവൾ അത് എൻ്റെ പൊന്നുമോനാണെങ്കിലും മോളാണെങ്കിലും ഒരു തെറ്റും ചെയ്യാത്തതാണ്. ആ കുഞ്ഞിൻ്റെ ബർക്കത്ത് കൊണ്ട് റഹ്മാനെ, നീ എന്തെങ്കിലും ഒരു അത്ഭുതം കാണിച്ചു തരണം റഹ്മാനെ. അല്ലാഹുവേ, നീ എന്തെങ്കിലും ഒരു അത്ഭുതം നീ കാണിച്ചു തരണം റഹ്മാനെ. നിൻ്റെ കാരുണ്യം നീ ചൊരിയണം റഹ്മാനെ. ഷെഫി ഉസ്താദ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തു. എന്നാൽ ഓപ്പറേഷൻ തിയേറ്ററിൽ അവിടെ ഒരു ഭാഗത്ത് മരണത്തോട് മല്ലിട്ട് കിടക്കുന്ന നമ്മുടെ സീനത്ത്, അതെ, കുഞ്ഞിൻ്റെ സ്ഥിതിയാണെങ്കിൽ അതിലേറെ പരിതാപകരം. ശ്വാസം മുട്ടി നിൽക്കുന്ന കുഞ്ഞ്. അതെ, അവളെ എന്തെങ്കിലും ചെയ്തിട്ട് വേണം കുഞ്ഞിനെ പുറത്തെടുക്കാൻ. ഒന്നുകിൽ മരണപ്പെട്ടിട്ട് അവളെ കീറി മുറിക്കണം,
അല്ല എന്നുണ്ടെങ്കിൽ പ്രസവിക്കാൻ കഴിയണം. രണ്ടിനുമുള്ള ശേഷിയില്ല. ഈ ഒരു സമയത്ത് കുഞ്ഞിൻ്റെ ഉമ്മയും അത്യാസന്ന നിലയിൽ എന്ന് തന്നെ പറയാം. ശരിക്കും ആ ആശുപത്രി അധികൃതർ പേടിച്ച് അത് ടെൻഷനായി നിൽക്കുന്ന സമയം, എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട ഉമ്മയും ഉപ്പയും, ഉമ്മ പൊട്ടിക്കരയുമ്പോൾ ഉപ്പ ആശ്വസിപ്പിച്ചു. സാരല്ല, എന്താ ചെയ്യാം, നമ്മളെ കുട്ടി ഇതുവരെ അങ്ങനെയൊക്കെ ചെയ്തതല്ലേ. അല്ലാ, ഇക്ക, എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും പറ്റുമോ? ഏയ്, ഒന്നുമില്ല, ഒന്നും പറ്റില്ല. എന്നാൽ ഈ സമയം ഷമീറും ആത്മാർത്ഥമായി പടച്ച റബ്ബിനോട് ദുആ ചെയ്യുകയെന്ന്, റഹ്മാനെ, ആ കുഞ്ഞിൻ്റെ ബർക്കത്ത് കൊണ്ട്, നിഷ്കളങ്കമായ ഒരു തെറ്റും ചെയ്യാത്ത ആ കുഞ്ഞിൻ്റെ ബർക്കത്ത് കൊണ്ട് റഹ്മാനെ, നീ എല്ലാം ഹൈറാക്കി തരണേ അല്ലാ. ഈ സമയത്ത് അവളുടെ കണ്ണുകൾ മുഴുവനായും അടഞ്ഞു കഴിഞ്ഞു. ഹൃദയമിടിപ്പുണ്ട്, കുഞ്ഞിൻ്റെയും ചെറുതായൊരു മിടിപ്പ് മാത്രം. അനസ്തേഷ്യ നൽകുവാൻ പ്രഷർ നോക്കുകയാണ്. ഓ മൈ ഗോഡ്, ഹൈ പ്രഷറാണ് നിൽക്കുന്നത്, എന്ത് ചെയ്യും? ശരിക്കും ശാസ്ത്രം തന്നെ തോറ്റുപോകുന്ന അവസ്ഥ, ഡോക്ടേഴ്സ് എല്ലാം കൈവിട്ട അവസ്ഥ. സീനത്തിന് എന്ത് സംഭവിക്കും? കുഞ്ഞും സീനത്തും ഈ ലോകത്തോട് വിട പറയുമോ? ഇൻഷാ അല്ലാ, നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.